നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ചന്ദ്രഗ്രഹണമാണ് കേട്ടോ. പലർക്കും അറിയുന്നുണ്ടായിരിക്കും, രാത്രി 9:30 മുതലാണ് ചന്ദ്രഗ്രഹണം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്ര നട 9:30 അടയ്ക്കുന്നതായിരിക്കും കേട്ടോ. തൃപ്പുക ഉൾപ്പെടെയുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടാണ് 9:30 നട അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്താഴപൂജയുടെ പ്രസാദങ്ങൾ വാങ്ങുന്നവര്, അപ്പവും അടയാവിലും ഒക്കെ ഉണ്ടല്ലോ, അത് വാങ്ങുന്നവര് 9 മണിക്ക് മുൻപായിട്ട് വാങ്ങണമെന്ന് ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം, അടുത്ത ദിവസം ഈ പ്രസാദങ്ങൾ ലഭ്യമാകില്ല എന്നും കൂടെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നവര് ശ്രദ്ധിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു കഥയുണ്ട്, എല്ലാ ദിവസത്തെയും പോലെ. ഈ കഥ എന്ന് പറയുന്നത് കുറൂരമ്മയുടെ കഥ കേട്ടിട്ടുണ്ട് നമ്മൾ. ഉണ്ണിക്കണ്ണനെ കരിക്കലത്തിൽ അടച്ചു വെച്ചിട്ടുള്ള കുറുമ്പിങ്ങനെ കൂടിയിട്ടേ, അതേപോലെ തന്നെ വേറൊരു വ്യക്തി കൂടെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കഥയാണ് ഇന്ന് പറയാനായിട്ട് പോണത്. പിന്നെ അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം എന്ന് പറയുന്നത് ചതുർബാഹു ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള, നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പനായിരുന്നു. അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കൊക്കെ നല്ല രസമുള്ള അലങ്കാരമായിരുന്നു. അയ്യപ്പനും അതെ. അതെല്ലാം പറയാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് ആദ്യം ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ചതുർബാഹു ആയിട്ടാണ് ശ്രീലകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. 4 തൃക്കൈകളോട് കൂടിയിട്ട് ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ടാണ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇന്നലത്തെ ചാർത്തിലും കാണാനായിട്ട്. നല്ല തിളങ്ങി വിളങ്ങി നിൽക്കാന്നൊക്കെ പറയില്ല, നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു അലങ്കാരത്തോട് കൂടിയിട്ടായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നു കേട്ടോ. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം വെളുത്ത പൂവായിരുന്നു, നന്ദിയാർവട്ടം. രണ്ടാമത്തേത് നന്ദിയാർവട്ടം, ഇടയിൽ കുറച്ച് തെച്ചിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു. അതിൽ താമരയിതളുണ്ട്, തെച്ചിയുണ്ട്, തുളസിയുണ്ട്. അതിങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ള രീതിയിലായിരുന്നു ഉണ്ടമാല ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ട് നെറ്റിയിലൊരു ഗോപി തിലകമുണ്ട്. കാതിലും ഗോപി തിലകാണ് കേട്ടോ ഇന്നലെ ചാർത്തിയിരിക്കുന്നത്. നന്നായിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് കരുണാമയനായിട്ടുള്ള നമ്മുടെ ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നത്. കഴുത്തിൽ 3 മാലകളുണ്ട്. ഒരു വളയം പോലത്തെ മാലയുണ്ട്, വേറെ 2 മാലകളുണ്ട് കേട്ടോ. ഈ 4 തൃക്കൈകളിലും തോൾവളകളും കൈവളകളൊക്കെ നല്ല തിളങ്ങുന്ന രീതിയിൽ അണിഞ്ഞിരിക്കുന്നത്. ഒരു താമര പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ താമര പിടിച്ചിട്ടുണ്ട്. പിന്നെ ശംഖ് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ചക്രം ചാർത്തിയിരിക്കുകയല്ല, സ്വർണത്തിന്റെ പിടിച്ചിരിക്കുന്ന ഗദയാണ് ചാർത്തിയിരിക്കുന്നത്. അതായത് ശംഖും ഗദയും ചാർത്തിയിട്ടുണ്ട്, ചക്രം സ്വർണത്തിന്റെ ആണ്. ഒരു താമരപ്പൂവും പിടിച്ചിട്ട് ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് ചതുർബാഹു ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കസവിന്റെ എന്താ പറയുക, നല്ല തിളക്കുള്ള സ്വർണ്ണ കസവ് കൊണ്ട് ഇങ്ങനെ ഞുറിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അര മുതൽ ആ പാദം വരെ കാണാനായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ കാൽത്തളകൾ ഇങ്ങനെ വേറിട്ട് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും നല്ല നീളത്തിലായിരുന്നു, നല്ല തിളക്കുണ്ടായിരുന്നു ഇന്നലെ. ആ ഉടയാടയ്ക്കാണെങ്കിലും ആഭരണങ്ങൾക്കൊക്കെ ആണെങ്കിലും കൂടെ. അങ്ങനെ നമ്മളെല്ലാം അനുഗ്രഹിക്കാനായിട്ട്, നമ്മളെയൊക്കെ സംരക്ഷണത്തിനായിട്ട് വന്നിരിക്കുന്ന ഒരു ഗുരുവായൂരപ്പനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട്, ആ ചതുർബാഹു ആയിട്ടുള്ള ഗുരുവായൂരപ്പനെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ നമസ്കരിച്ച് നമ്മൾ ഇനി ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ പോണത്. ഗണപതിക്ക് മഞ്ഞ നിറത്തിലായിരുന്നു ഇന്നലെ ഉടയാട ഉണ്ടായിരുന്നത്. ഒരു കസവ് മുണ്ട് കൊണ്ട് ഇങ്ങനെ അരയിൽ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മുഖച്ചാർത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. ഗണപതിയുടെ തുമ്പിയിൽ ഒരു മണിമാല ഇങ്ങനെ ചുറ്റിയിട്ടിട്ടുണ്ട്. സാധാരണ താമരപ്പൂവൊക്കെ പിടിക്കില്ലേ, അതേപോലെ തന്നെ തുമ്പിയിൽ ഒരു മണിമാലയാണ്, സ്വർണ്ണമണികൾ കൊണ്ട് ഒരു മാല ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു പ്രത്യേക ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് നോക്കുമ്പോൾ. പിന്നെ നല്ല വീതിയിൽ ഒരു മാല അണിഞ്ഞിട്ടുണ്ട്. പിന്നെ കാതുകളുടെ ആ ഭാഗത്തായിട്ട് മയിലിൻ്റെ ആകൃതിയിൽ ഒരു എന്താ പറയുക, ഒരു വെളുത്ത കല്ലുകളൊക്കെ ഇങ്ങനെ പതിപ്പിച്ച് ഒരു കമ്മല് പോലെ കാതിൻ്റെ ആ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രഭാവലയം, സ്വർണ്ണ നിറത്തിലൊരു പ്രഭാവലയം കൂടെ ആ പുറകിൽ, ആ ശിരസിന് പുറകിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നലെ ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇന്നലെ ഗണപതിനെ കാണാനായിട്ട്. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കേട്ടോ. മുഖച്ചാർത്ത് അത്രയും ഐശ്വര്യത്തോട് കൂടിയിട്ട് നല്ല രസത്തിലായി ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും
ഗണപതിയുടെയും ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗണപതിക്ക് മുന്നിൽ നിന്ന് ഏത്തോട്ടുള്ളൂ. ഇനി നമ്മൾ ഭഗവതി അമ്മയുടെ അലങ്കാരമാണ് കേട്ടോ പറയാനായിട്ട് പോണത്. ഇന്നലെയും ഭഗവതി അമ്മേനെ കാണാൻ നല്ല സുന്ദരിയായിട്ടായിരിക്കുന്നുണ്ടായിരുന്നത്. ആ മൂക്കുത്തിയൊക്കെ ഉണ്ട് കേട്ടോ, മൂക്കിൽ നിന്ന് കാതിലേക്ക് ഇങ്ങനെ യോജിപ്പിക്കുന്ന മൂക്കുത്തിയില്ലേ, അതൊക്കെ വെച്ചിട്ട് അത്രയും സുന്ദരിയായിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത്. വെളുത്ത നിറത്തിലുള്ള ഉടയാടയാണ്. അതിൻ്റെ അരികിൽ ഇങ്ങനെ അതിൻ്റെ ബോർഡർ ഉണ്ടാവില്ല, അവിടെ പച്ചയുണ്ട്, കുറച്ച് കസവും ഉണ്ട്. അങ്ങനെ നല്ല വലിപ്പത്തിലുള്ള വെളുപ്പ് നിറത്തിലെ ഈ പച്ചയും സ്വർണ്ണ കസവുള്ള ഉടയാടയായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. 2 മാല അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു മാങ്ങാപ്പാലയ്ക്കുണ്ട്, പിന്നെ ചെറിയൊരു കാശുമാലയുണ്ട്, അതിന് നടുക്കൊരു സ്വർണ്ണപ്പൂവും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ കാതുകളിലും സ്വർണ്ണപ്പൂക്കളുണ്ട് കേട്ടോ. നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിയാണ് വെച്ചിരിക്കുന്നത്. ഭഗവതി അമ്മയ്ക്ക് വലിയൊരു കിരീടം ഉണ്ടല്ലോ, ആ കിരീടമാണ് ഇന്നലെ ശിരസ്സിൽ അണിഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല ഗംഭീര ഭാവത്തോട് കൂടിയിരിക്കുന്ന, നന്നായിട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷവതിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു കേട്ടോ. ഓണമൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചത് കണ്ടിട്ട് ഭഗവതി അമ്മയെ നന്നായിട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ടേ. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവതി അമ്മേനെയും ഒന്ന് നമസ്കരിച്ചോളൂ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അയ്യപ്പനെ തൊഴാനായിട്ടാണ് കേട്ടോ. അയ്യപ്പന് കറുപ്പ് നിറത്തിൽ നല്ല തിളക്കമുള്ള ഒരു ഉടയാടയായിരുന്നു ഉണ്ടായിരുന്നത്. കഴുത്തിൽ 3 മാല അണിഞ്ഞിട്ടുണ്ട്. കാതുകളിലെ സ്വർണ്ണ പൂക്കള വെച്ചിരിക്കുന്നത്. നെറ്റിയിലെ ഒരു സ്വർണ്ണ പൊട്ടാണ് കേട്ടോ. പിന്നെ കിരീടം ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ടാണ്. ഓരോ തട്ടുകളായിട്ട് ഇങ്ങനെ വര പോലെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതിന് ചുറ്റും നിറയെ സ്വർണ്ണ പൂക്കൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാതുകൾക്ക് താഴെയായിട്ട് 2-3 സ്വർണ്ണ പൊട്ടുകളും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല തിളക്കുണ്ടായിരുന്നു ഇന്നലെ അയ്യപ്പനെ കാണാനായിട്ട് കേട്ടോ. ഈ ആഭരണങ്ങളുടെ ആണെങ്കിലും നെറ്റിയിലുള്ള പൊട്ടിൻ്റെ ആണെങ്കിലും കാതുപൂക്കളുടെ ആണെങ്കിലും ഈ ചുറ്റും ഒട്ടിച്ചിട്ടുള്ള സ്വർണ്ണപ്പൂക്കളും പൊട്ടുകളും ഒക്കെ ആയിട്ട് ആ വിളക്കിൻ്റെ ശോഭയിൽ നന്നായിട്ട് തിളങ്ങിയിട്ടാണ് അയ്യപ്പനും ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് കഥ പറയാം കേട്ടോ. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുറൂരമ്മ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കരിക്കലത്തിൽ അടച്ചു വെച്ചിട്ടുള്ള കഥ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മുൻപ്. കുറുമ്പ് ഇങ്ങനെ കൂടിയിട്ട് സഹിക്കാൻ വയ്യാതായപ്പോഴാണ് അങ്ങനെ അടച്ചു വെച്ചത്. അതേപോലെ വേറൊരു മഹാത്മാവും കൂടെ നമ്മുടെ ഭഗവാനെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, വലിയൊരു പാത്രത്തിൽ. ആ കഥയാണ് നമ്മളെന്ന് പറയുന്നത്. ദധിപാണ്ഡൻ എന്നു പേരായിട്ടുള്ള ഒരു തൈരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം വൃന്ദാവനത്തിൽ തന്നെ താമസിച്ചിരുന്നു കേട്ടോ. നമ്മുടെ കൃഷ്ണന്റെ ഗൃഹത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഇദ്ദേഹത്തിന് ഒരുപാട് പശുക്കളുണ്ട്. അപ്പോൾ അവരുടെ പാലിൽ നിന്ന് ലഭിക്കുന്ന പാലിൽ നിന്ന് തൈരുണ്ടാക്കിയിട്ടാണ് അദ്ദേഹം കച്ചവടം ചെയ്തിട്ട് അദ്ദേഹത്തിന് നിത്യവൃത്തിയൊക്കെ കഴിച്ചുകൊണ്ട് പോന്നിരുന്നത്. അപ്പോൾ വൃന്ദാവനത്തിൽ എല്ലാവർക്കും ആ തൈര് കൊണ്ടുവന്ന് വിൽക്കും, തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന് വരുമാനം ലഭിച്ചിരുന്നത്. ആ തുച്ഛമായ വരുമാനം ലഭിക്കുക, പക്ഷെ അദ്ദേഹം അതിൽ വളരെ അധികം സന്തുഷ്ടനായിരുന്നു കേട്ടോ. നമ്മുടെ കൃഷ്ണൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമാണ്, ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടം. അപ്പോൾ കൃഷ്ണന്റെ നമ്മുടെ ഭഗവാന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെയും ആ ഒരു അദ്ദേഹം താമസിക്കുന്നതേ. അങ്ങനെ എന്നും ഇദ്ദേഹം തൈരുമായിട്ട് വിൽക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ കണ്ണനെ കാണും. ഒന്നുകിൽ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ കണ്ണൻ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം ഇദ്ദേഹം പോകുന്ന വഴിക്ക് കണ്ണനെ കാണുമ്പോൾ കണ്ണനെ വലിയ ഇഷ്ടമാണ്, നല്ല വാത്സല്യത്തോട് കൂടിയിട്ടാണ് നോക്കുക. കുറച്ച് നേരം അദ്ദേഹം നോക്കി നിൽക്കും നമ്മുടെ കണ്ണൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കാണാനുള്ള ഇഷ്ടം കൊണ്ടേ. അതേപോലെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ആ കൊഞ്ചുന്നത് കേൾക്കാനും കൂടിയിട്ട്. അങ്ങനെ ഭഗവാനോട് ചോദിക്കും, കണ്ണാ ഒരു ദിവസം നീ എൻ്റെ ഗൃഹത്തിലും കൂടെ വരുമോ ചോദിക്കും കേട്ടോ. എനിക്ക് നിന്നെ കണ്ണു നിറച്ചൊന്ന് കാണാൻ വേണ്ടിയിട്ടാ, കുറച്ച് നേരം ഒന്ന് കൊഞ്ചിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും. അങ്ങനെ കണ്ണൻ പറയും, ഞാൻ ഇപ്പോഴൊന്നും വരില്ല, അതിനൊക്കെ സമയമുണ്ട്, സമയമാവട്ടെ അപ്പം ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ചുറ്റുമൊക്കെ ഒന്ന് വട്ടം കറങ്ങി അദ്ദേഹത്തിനെയും കൂടെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് പിന്നെ കണ്ണൻ്റെ വഴിക്ക് പോകും കേട്ടോ, കളിക്കാനായിട്ട് പോകും. അങ്ങനെ എല്ലാ ദിവസവും ഇതേപോലെ കണ്ണനെ കാണും ഇദ്ദേഹം, എന്നും വിളിക്കും. കണ്ണൻ ഇതേ മറുപടി തന്നെ എപ്പോഴും പറയാം കേട്ടോ. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊഴിലേക്ക് അങ്ങനെ കടന്നു പോകും. അങ്ങനെ നമ്മുടെ കണ്ണനാണെങ്കിലോ കുറച്ചൊക്കെ വലുതായിരിക്കണു, പല്ലൊക്കെ വായിൽ വന്നു തുടങ്ങി, ധാരാളം പല്ലുകളൊക്കെ ഇങ്ങനെ ആയിട്ടും എപ്പോഴും യശോദാമ്മയുടെ പാല് കുടിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിലൊരു മുടക്കും വരുത്തിയിട്ടില്ല കേട്ടോ, വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണി ഒരു ദിവസം ഇതേപോലെ തന്നെ യശോദാമ്മ രാവിലെ ഉണ്ണി എണീറ്റു. അപ്പോൾ ഉണ്ണിയെ നന്നായി കുളിപ്പിച്ച് ഒരുക്കി അലങ്കാരങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുത്തുമാലകളും പവിഴമാലകളൊക്കെ അണിഞ്ഞു കൊടുക്കുന്നുണ്ട്, മകരകുണ്ടലങ്ങളുണ്ട്, ആ കുഞ്ഞു ചുരുണ്ട മുടികളുണ്ടല്ലോ അതെല്ലാം കൂടെ നെറുകിലെടുത്ത് കെട്ടിയിട്ട്
നല്ല ഭംഗിയിൽ അതിനു ചുറ്റും ഓരോരോ മാലകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് മയിൽപ്പീലിയൊക്കെ ചൂടി കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിക്കുന്ന കൈവളകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പട്ടുകോണൊക്കെ കുടിപ്പിച്ചിട്ട് കാലിൽ പാദസരങ്ങളൊക്കെ അണിഞ്ഞിട്ട് സുന്ദരനാക്കിയിട്ടാണ് കേട്ടോ എന്നും അലങ്കരിക്കുക. അതേപോലെ നമ്മുടെ യശോദാമ്മ അന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണനെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്നിട്ട് യശോദാമ്മ എന്ത് ചെയ്തു? യശോദാമ്മയ്ക്ക് അവരുടെ ഗൃഹത്തിൽ ജോലികൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പാല് കാച്ചാനായിട്ട് അടുപ്പത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. തീയൊക്കെ കത്തിച്ചിട്ട് പാല് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ യശോദാമ്മയ്ക്കാണെങ്കിലോ ഇനി തൈര് കടയാനുണ്ടേ. അപ്പോൾ അതും കൂടെ ഇതിനൊപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് യശോദാമ്മ തൈര് കടയാനായിട്ട് തൈരിൻ്റെ കലവും കടകോലും ഒക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പം നമ്മുടെ ഉണ്ണിക്കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് പാല് കുടിക്കാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ യശോദാമ്മ തൈര് കടയിൽ കണ്ടപ്പോൾ വേഗം പോയിട്ട് അമ്മയുടെ മടിയിൽ കയറിയിരുന്നിട്ട് പാല് കുടിക്കാനായിട്ട് തുടങ്ങിട്ടോ. അപ്പം നമ്മുടെ ഉണ്ണിയാണെങ്കിലോ അമ്മ ഇങ്ങനെ തൈര് കടയല്ലേ, അപ്പോൾ ആ താളത്തിനനുസരിച്ച് കാലൊക്കെ ആട്ടിക്കൊണ്ടാണ് പാല് കുടിക്കണതേ. അപ്പോൾ അമ്മ തൈര് കടയുമ്പോൾ ആ തൈരിൻ്റെ കലത്തിൽ നിന്ന് തൈരിൻ്റെ തുള്ളികൾ ഇങ്ങനെ നമ്മുടെ ഭഗവാന്റെ ദേഹത്തേക്ക് ഇങ്ങനെ തെറിക്കുന്നുണ്ട്. ഭഗവാന്റെ നിറം എല്ലാവർക്കും അറിയാലോ. ആ കറുപ്പിന്റെ മുകളിൽ ഈ വെളുത്ത തുള്ളികൾ വന്നിട്ട് ഇങ്ങനെ പതിക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ നല്ല രസമായിട്ട് യശോദാമ്മ പാട്ടൊക്കെ ഇങ്ങനെ കൃഷ്ണഗീതികളൊക്കെ ഇങ്ങനെ പാടിയിട്ടാണ് ഇങ്ങനെ തൈര് കടയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ചപ്പോൾ അടുപ്പത്ത് പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കാച്ചാനായിട്ട്, അതിങ്ങനെ തിളച്ച് പൊന്തി വരുന്നു. അങ്ങനെ യശോദാമ്മ വേഗം എന്താ ചെയ്തെന്നറിയോ? ആ കടകോല അവിടെ വെച്ചിട്ട് ഉണ്ണീനെ വേഗം മടിയിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ട് ആ പാല് പൊന്തി വരുന്നത് എടുക്കാനായിട്ട് ഓടി. അപ്പം ഉണ്ണിക്ക് ദേഷ്യം വന്നു കേട്ടോ. കാരണം എന്നേക്കാൾ വലുതാണോ ഇപ്പൊ പാല് തിളച്ചു പോകുന്നതെന്ന് ഉണ്ണി വിചാരിക്കണതേ. അങ്ങനെ ദേഷ്യം വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ മുടി ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ മാലയൊക്കെ ഇട്ടിട്ട്, അതങ്ങോട്ട് ആദ്യം വലിച്ചിട്ട് എന്നിട്ട് പട്ടുകോണകം അങ്ങോട്ട് ഊരിയിട്ട് ഒറ്റ ഇറ കൊടുത്തു. അതാണെങ്കിലോ പട്ടുകോണകം വന്ന് വീണത് ഈ കടയുന്ന കടകോലുണ്ടല്ലോ അതിന് മുകളിലാണ്. അപ്പം എന്താ ചെയ്തെന്നറിയോ? അത് കണ്ടപ്പോൾ ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടിയിട്ടേ ആ കടകോല എടുത്തിട്ട് തൈര് കലത്തിന് മേലെ ഒറ്റയടി. അങ്ങനെ ആ കലം പൊട്ടിയിട്ട് തൈരൊക്കെ അവിടെ പോയി ആകെ വെണ്ണയും തൈരും ഒക്കെ ആയിട്ട് അതിൽ കുളിച്ചിട്ടാണ് നമ്മുടെ ഭഗവാൻ ഇപ്പം നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യം ഒന്നങ്ങോട്ട് അടങ്ങി. അപ്പോഴാ ചിന്തിച്ചേ ഇനിയിപ്പോൾ ഇതിന് തല്ല് കിട്ടില്ലേ തൈര് കലം പൊട്ടിച്ചതിനെ. അപ്പോൾ എന്തായാലും അമ്മ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തല്ല് കിട്ടും. അപ്പോൾ ഓടിയാലും അമ്മ പുറകെ വരും. അപ്പോൾ എന്തായാലും തല്ല് കിട്ടുന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ വേഗം പോയിട്ട് ഗോപികമാരുടെ അടുത്ത് പോയിട്ട് രക്ഷപ്പെട്ടാലോ, അവരടുത്ത് പോയിട്ട് പറഞ്ഞാലോ രക്ഷിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ ആലോചിച്ചപ്പോഴാണ് കണ്ണന് പിന്നെയും ഓർമ്മ വന്നു. കാരണം അവരുടെ ഗൃഹങ്ങളിൽ പോയിട്ടും ഇതേപോലെ കലങ്ങളൊക്കെ ഉടച്ചിട്ടുണ്ടേ. അപ്പം അതിൻ്റെ ദേഷ്യമുണ്ട് അവർക്ക്. അപ്പോൾ പറയും നല്ല 4 തല്ല് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുശുമ്പികൾ അമ്മയുടെ ഭാഗം നിൽക്കും. അപ്പോൾ തനിക്ക് തല്ല് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് യശോദാമ്മ ഓടി വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ച്, ഇവിടെ തട്ടും മുട്ടുന്ന ശബ്ദമൊക്കെ കേട്ടുല്ലോ. നോക്കിയപ്പോൾ ഈ തൈരൊക്കെ പോയിരിക്കണു നിലത്ത് കൂടെ ഒക്കെ പൊട്ടിച്ചിട്ട്. അതിൽ മുങ്ങി നിൽക്കുന്ന നമ്മുടെ ഭഗവാനെയാണ് കേട്ടോ യശോദാമ്മ കണ്ടത്. അത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദേഷ്യം വരൂലേ അമ്മമാർക്ക്. യശോദാമ്മയ്ക്കും നല്ല ദേഷ്യം വന്നു കേട്ടോ. അങ്ങനെ യശോദാമ്മ ഇത് കണ്ടപ്പോഴേ നല്ല കുറുമ്പ് കുറച്ചധികം കൂടുന്നുണ്ട് നിനക്ക്, നല്ല അടിയുടെ കുറവുണ്ട്, നല്ല അടി തരാൻ ഞാൻ പറഞ്ഞിട്ട് വടിയെടുത്തു. കാരണം ഒട്ടും ഭയവും ഇല്ലേ, ഒരു പേടിയും ഇല്ലാതെയാണ് ഇതൊക്കെ തല്ലി പൊട്ടിക്കണത്. അപ്പൊ പേടിയും ഇല്ല കുറുമ്പും കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം യശോദാമ്മ വടിയെടുത്തു. ഇപ്പം അടി കിട്ടും എന്ന് പറഞ്ഞിട്ട്. അത് കണ്ട പാടെ നമ്മുടെ ഉണ്ണി മിന്നൽ പോലെയാണ് കേട്ടോ പായണത്. അപ്പോൾ ഈ നല്ല ഓട്ടത്തിൽ നല്ല സ്പീഡിലാണ് ഓടുന്നത്. ചെറിയ കുട്ടികളെ നമുക്ക് അതിനെ പിടിച്ചാൽ കിട്ടില്ല പെട്ടെന്ന്. യശോദാമ്മ വടിയായിട്ട് പുറകെയുണ്ട്. അങ്ങനെ യശോദാമ്മ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ഉണ്ണി ഓടരുത്, ഓടിക്കഴിഞ്ഞാലാണ് 4 തല്ല് കൂടുതൽ കിട്ടുക, നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ തല്ലൊന്നും കിട്ടില്ല, അവിടെ നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും തല്ല് കിട്ടുമെന്ന് നമ്മുടെ ഉണ്ണിക്ക് അറിയാം. അപ്പൊ പുറകെ ആണെങ്കിലോ ഗോപികമാരുണ്ട്. കാരണം നിന്റെ മകനെ 4 തല്ലിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരും പുറകെ ഉണ്ട്. അപ്പൊ തല്ല് കിട്ടുന്നുള്ള കാര്യം ഉറപ്പല്ലേ. അപ്പൊ എങ്ങനെയും ഒക്കെ രക്ഷപ്പെടണ്ടേ. അപ്പൊ ഇങ്ങനെ ഓടി വരുന്ന സമയത്താണ് ഈ ദതിപാണ്ഡൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ ഉമ്മറത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിശ്രമിക്കാനായിട്ട് ഇരിക്കുക. അപ്പോഴാണ് നമ്മുടെ ഉണ്ണി ഓടി വരണതേ. അപ്പൊ ഉണ്ണിയുടെ മുടിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞിട്ടുണ്ട്, ആ മയിൽപ്പീലി ഇങ്ങനെ തൂങ്ങി ആടുന്നുണ്ട്. ദേഹത്ത് മുഴുവനും തൈരിൽ മുങ്ങിയിട്ടാണ് ഇങ്ങനെ ഉണ്ണി ഓടി വരുന്നത്. പട്ടുകോണൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണല്ലോ, നല്ല രസം ഓടി വരുന്നത് കാണാൻ തന്നെ. അപ്പൊ പുറകിലാണെങ്കിലും യശോദാമ്മയുണ്ട്, ഗോപികമാരുണ്ട്. അങ്ങനെ ഓടി വന്നിട്ട് അപ്പൊ ഇദ്ദേഹം ആണെങ്കിൽ കൃഷ്ണ കൃഷ്ണ എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. അങ്ങനെ ഓടി വന്നിട്ട് നമ്മുടെ ഉണ്ണി പറയാ, അതെ എന്നെ വേഗം അമ്മാവ, എന്നെ വേഗം എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കോ, എൻ്റെ അമ്മ ഇതാ തല്ലാനായിട്ട് പുറകെ വരുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഇങ്ങനെ കൊഞ്ചിട്ട് പറയാട്ടോ.
അപ്പോൾ ഇദ്ദേഹം നമ്മുടെ കണ്ണനോട് മറുപടി പറയണേ, ഇല്ല ഇല്ല, ഞാൻ നിന്നെ സഹായിക്കൊന്നുമില്ല. എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു എൻ്റെ ഗൃഹത്തിലേക്കൊന്ന് വരാനായിട്ട്, വന്നില്ലല്ലോ എൻ്റെ കൂടെ, അതുകൊണ്ട് ഞാൻ സഹായിക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു കേട്ടോ. അത് കണ്ടപ്പോൾ നമ്മുടെ കണ്ണനെ സങ്കടമായി. കാരണം ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഓടി വന്നതേ. അപ്പോൾ സഹായിക്കില്ല എന്ന് കേട്ടപ്പോൾ കണ്ണന് സങ്കടം വന്നു തുടങ്ങി കേട്ടോ. കരയാനായിട്ട് ഇങ്ങനെ കിണുങ്ങി നിൽക്കണമൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. അതങ്ങനെയാണല്ലോ, കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ കൊഞ്ചി പറയുമ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ അങ്ങോട്ട് ഇല്ലാതാകും. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനും മനസ്സലിവ് തോന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ സഹായിക്കാം അമ്മയുടെ എന്ന്, തല്ലു കൊള്ളാതിരിക്കാനായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വലിയൊരു കലം ഉണ്ടായിരുന്നു. ആ കലത്തിനകത്തേക്ക് ഉണ്ണി എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നോളൂ കൂട്ടോ എന്ന് പറഞ്ഞിട്ട് വേറൊരു വലിയ കലം കൊണ്ട് അതിങ്ങനെ മൂടി വെച്ചു. അത് ഇദ്ദേഹം അവിടെ സാധാരണ ഇരിക്കുന്ന പോലെ ഇരുന്നു കേട്ടോ. അപ്പോഴാണ് യശോദാമ്മ ഓടി വരണത്. അതേ, എൻ്റെ കണ്ണനെ എവിടെ എങ്ങനെയും കണ്ടോ, കുറുമ്പ് കാണിച്ചിട്ട് ഓടി വന്നിരിക്കുക, ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടതാണ്, എവിടെയാണെന്നൊന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ദധിപാണ്ഡൻ പറഞ്ഞു, ഇല്ലല്ലോ, കണ്ണൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, ഇവിടെയൊന്നും ഇല്ല, ഞാൻ കണ്ടില്ല കണ്ണനെ എന്ന് പറഞ്ഞു. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, ഇല്ല ഇങ്ങോട്ട് തന്നെയാണ് വന്നത്, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ കണ്ടതാ ഇങ്ങോട്ട് ഓടി വരണത് എന്ന് പറഞ്ഞു. അപ്പോൾ യശോദാമ്മയുടെ അടുത്ത് ഇദ്ദേഹം പറയാം, അത് ഇവിടെ ഇപ്പൊ കണ്ണൻ ഉണ്ടെന്ന് തന്നെ എല്ലാവർക്കും തോന്നുക, എന്ത് കണ്ടാലും അത് കണ്ണനായിട്ടാ തോന്നുക. ദേ ഇരിക്കുന്ന ഈ കലം നോക്കൂ, അത് കണ്ടപ്പോഴും നിങ്ങൾക്ക് കണ്ണനായിട്ടേ തോന്നുള്ളൂ. കാരണം രണ്ടിന്റെ നിറം ഒന്ന് തന്നെയാണല്ലോ, രണ്ടും കറുപ്പാണേ, അപ്പൊ അതും കണ്ണനായിട്ടാ നിങ്ങൾക്ക് തോന്നുക, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടേക്ക് കണ്ണനൊന്നും വന്നിട്ടില്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞു. അങ്ങനെ യശോദാമ്മയ്ക്കും തോന്നി, ശരിയാണ്, അവർക്കും എല്ലാം കൃഷ്ണമയമാണേ, എവിടെ നോക്കിയാലും അവിടെ കണ്ണനുണ്ടെന്നാ തോന്നുക. അങ്ങനെ തോന്നിയതായിരിക്കും എന്ന് യശോദാമ്മ വിചാരിച്ചിട്ട് പതിയെ പതിയെ ഇങ്ങനെ പോകുക. അപ്പൊ ഈ കാലടികൾ ഇങ്ങനെ അകന്നകന്ന് പോകുമ്പോൾ നമ്മുടെ കണ്ണന് മനസ്സിലായേ യശോദാമ്മ ഇവിടെ നിന്ന് പോയിന്ന്. അങ്ങനെ വേഗം വിളിച്ചു, അതെ എന്നെ വേഗം ഒന്ന് തുറന്നു വിടൂ, ഇതിനുള്ളിൽ എന്തൊരു ചൂടാ, സഹിക്കാൻ പറ്റണില്ല, വേഗം തുറന്നു വിടൂ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പിന്നെയും ബഹളം കൂട്ടി തുടങ്ങി കേട്ടോ. അങ്ങനെ ഇദ്ദേഹം വേറൊരു കാര്യം കണ്ണൻ്റെ അടുത്ത് പറയാണ്. അങ്ങനെ തുറന്നു വിടാൻ പറഞ്ഞ സമയത്ത് ദധിപാണ്ഡൻ അറിയാം, ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഒരു കുഞ്ഞു ബാലന്റെ, ഒരു ഇടയന്റെ ആ ഒരു രൂപത്തിൽ വന്നിട്ട് ഈ ലീലകളൊക്കെ ഇവിടെ ഇങ്ങനെ ആടിത്തിമിർക്കുന്നതെന്ന് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഭഗവാനാണെന്ന്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ തുറന്നു വിടുകയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ തുറന്നു വിടാത്തേ, ഇപ്പൊ അമ്മ പോയില്ലേ, എനിക്കാണെങ്കിൽ ഇവിടെ ശ്വാസം മുട്ടുണ്ട്, എന്തൊരു ചൂട് അതിനകത്ത്, വേഗം തുറന്നു വിടൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ കൊഞ്ചാനായിട്ട് തുടങ്ങിയിട്ടോ ഭഗവാൻ. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അത് സാധിപ്പിച്ച് തരുകയാണെങ്കിൽ നിന്നെ ഞാൻ തുറന്നു വിടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഭഗവാൻ ചോദിച്ചു, എന്താഗ്രഹം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്കും ഇവിടെയുള്ള സകലതിനും മോക്ഷം നൽകുകയാണെങ്കിൽ ഞാൻ തുറന്നു വിടാന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാനും മനസ്സിലായിട്ടോ, ഇതെല്ലാം മനസ്സിലായിട്ടാണ് ദധിപാണ്ഡൻ ചോദിക്കുന്നതെന്ന്. ഭഗവാൻ പറഞ്ഞു, ശരി ഞാനിതാ നിങ്ങൾക്കും, അതായത് താങ്കൾക്കും ഇവിടെയുള്ള സകലതിനും മോക്ഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വേഗം തുറന്നു വിട്ടു. അപ്പൊ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ദേവലോകത്ത് ദേവന്മാര് നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയെങ്കിലും തങ്ങൾക്ക് മോക്ഷം ചോദിച്ചു വാങ്ങാനായിട്ട് തോന്നിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ലജ്ജ തോന്നിയിട്ടോ. കാരണം കള്ളം പറഞ്ഞിട്ടാണല്ലോ ഇപ്പോ അതായത് യശോദാമ്മോട് പറയാണ്, മകൻ ഇവിടെ, കൃഷ്ണൻ ഇവിടെ ഇല്ലാന്നേ, കള്ളം പറഞ്ഞിട്ടാണ് ഇപ്പൊ മോക്ഷം ലഭിച്ചതേ, മോക്ഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നതേ. അപ്പൊ അതുപോലും തങ്ങൾക്ക് ചെയ്യാനായിട്ട് തോന്നിയില്ലല്ലോ എന്നുള്ള ലജ്ജ തോന്നി ഇത്രേ അവർക്ക്. അങ്ങനെ എല്ലാവരും സത്യം മാത്രം പറയും എന്ന് വേദങ്ങളിലെല്ലാം ഉദ്ഘോഷിച്ച് നടക്കുന്ന സമയത്ത് ഈ പച്ചക്കള്ളം പറഞ്ഞിട്ട് മോക്ഷം ലഭ്യമാക്കിയ വെറും ഒരു തൈര് കച്ചവടക്കാരനെ കണ്ടിട്ട് അവർക്കൊക്കെ ലജ്ജ തോന്നിയെന്ന്. നമ്മുടെ പ്രഹ്ലാദന്റെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അതായത് തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് അല്ലെങ്കിൽ ഭഗവാനുണ്ട് എന്ന് പറയിപ്പിച്ച അതേ ഭഗവാൻ തന്നെയാണ് ഈ കലത്തിൽ ഇല്ല എന്നും ദധിപാണ്ഡനെ കൊണ്ട് പറയിപ്പിച്ചതേ. അങ്ങനെ ഇതെല്ലാം കൃഷ്ണലീലകളാണ് എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഈ വലിയ കലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭഗവാൻ ഇങ്ങനെ എങ്ങോട്ടും പോകാതെ അനങ്ങാതെ ഇങ്ങനെ നാണിച്ച് നിൽക്കുകയാണേ. അപ്പൊ അത് കണ്ടിട്ട് പിന്നെയും ചോദിക്കുക ദധിപാണ്ഡൻ, എന്താ ഇങ്ങനെ നിൽക്കുന്നേ, പോകുന്നില്ലേ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ കണ്ണൻ പറയണേ, അതേ പോകുന്ന വഴിയിൽ നിറയെ ആളുകളുണ്ട്, ആ ഗോപികമാര് അവിടെ നിൽക്കുന്നുണ്ട്, അവരൊക്കെ എന്നെ കളിയാക്കൂന്ന് പറഞ്ഞു. അതിനെന്താന്ന് ചോദിച്ചു. അല്ല ഞാൻ പട്ടുകോണകയില്ലല്ലോ, അതൊക്കെ അവിടെ വലിച്ചെറിഞ്ഞിട്ടല്ലേ വന്നത്, ഒരു പട്ടുകോണക എനിക്ക് തരൂ, അത് തന്നാ ഞാൻ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നാണത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് ചിരി വരിക ചെയ്തേ. അതല്ലുണ്ണി, അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരുമ്പോ ഇതേപോലെ തന്നെയല്ലേ വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അതെ ഇതുപോലെ തന്നെ വന്നത്, പക്ഷെ ഞാൻ കണ്ണടച്ചിട്ടാ ഓടിയത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ തിരികെ പോകാനായിട്ട് നാണമായിട്ട് നിൽക്കുകയാണേ. അങ്ങനെ നമ്മുടെ ദധിപാണ്ഡൻ കേവലം ഒരു മനുഷ്യനായിട്ട് ലീലകളാടുന്ന ആ ഭഗവാനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട്
അദ്ദേഹത്തിന് അറിയായിരുന്നു നമ്മുടെ ഭഗവാന് പട്ടുകോണകം വലിയ ഇഷ്ടമാണെന്ന്. അപ്പോൾ എന്നെങ്കിലും കണ്ണനും കൊടുക്കാനായിട്ട് ഇദ്ദേഹവും പട്ടുകോണകം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് കൊണ്ടുവന്നിട്ട് കണ്ണന് ഉടുപ്പിച്ചു കൊടുത്തു. അങ്ങനെ കണ്ണന് വലിയ സന്തോഷമായി. അങ്ങനെ കണ്ണൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ചു പോയത്. അപ്പോൾ ഈ ഒരു ഭക്തിയുടെ മഹത്വം കണ്ടിട്ട് ദേവന്മാർ പോലും അതിശയിച്ചു പോയിന്ന്. കാരണം ഒരു ഭക്തനോട് ബന്ധമുണ്ടായത് കൊണ്ട് തന്നെ അചേതനമായ, അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പോലും മോക്ഷം ലഭിച്ചു. കാരണം അദ്ദേഹം ആ മോക്ഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത് തനിക്കും ഇവിടെയുള്ള സകല വസ്തുക്കൾക്കും. അപ്പൊ ആ ഒരു കലവും അതിൽ പെടും അല്ലെ. അങ്ങനെ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കൾക്കും ഈ ഭക്തനോട് അടുപ്പമുണ്ടായത് കൊണ്ട് മോക്ഷം ലഭിച്ചു. ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാട്ടോ. ഇന്നലെ 1,73,645 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ. ഇനി പുതിയൊരു കഥയായിട്ട്, പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട്, അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.